വയസ്സേ കുട്ട എന്താ പരിപാടി? ഏ ആ സാറേ, ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുന്നതിന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഓ, കോൺസെപ്റ്റ് ഒക്കെ നല്ലപോലെ പഠിച്ചേക്ക്. ഇനി കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ട് ഇനി ഇത് ചെയ്യുന്നേ? കോൺസെപ്റ്റ് സെറ്റ് സാറേ, കോൺസെപ്റ്റ് ഒക്കെ പക്ക നീറ്റായിട്ട് നമ്മൾ പഠിച്ചിന്. പക്ഷേ എങ്ങനെ സോൾവ് ചെയ്യേണ്ടെന്നുള്ളത് സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നു. ഓക്കെ, അപ്പം നീ ഒരു വട്ടം ഫുള്ളി സോൾവ് ചെയ്തിന്. അപ്പൊ അതിന് ശേഷം ഒന്നുകൂടെ നോക്കാണ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ എൻഡ് ചെയ്യേണ്ടത് അല്ലേ? ഇല്ല, ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്നുള്ള നോക്കുന്ന. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ സത്യം പറഞ്ഞാ നോക്കുന്നേ. അത് ശരി. എടാ, ഒരു വട്ടം പോലും സോൾവ് ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മള് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. സോ ഇത് കാരണം നമുക്ക് നമ്മുടെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി, നമുക്കൊരു കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ആ കോൺസെപ്റ്റ് എത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നിട്ട് അത് നമ്മൾ പേപ്പറിലേക്ക് എഴുതുമ്പോൾ എവിടേക്കാണ് മിസ്റ്റേക്സ് പറ്റുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. സോ ഒരു കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് ആൻസർ അല്ല നോക്കേണ്ടത്. വൺസ് നമ്മൾ ഫുള്ളി ഫ്രീലി ആയിട്ട് നമ്മുടെ ബെയർ ഹാൻഡ്സിൽ നമ്മൾ എന്താക്കാം, എഴുതാം. അതിനുശേഷം നീ ക്രോസ് ചെക്ക് ചെയ്യണം ആൻസർ ആയിട്ട്. അപ്പൊ നീ കുറച്ച് മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യും. ആ മിസ്റ്റേക്സ് റീലേൺ ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യാം. ആ ഒരു കാര്യം നമ്മുടെ തലയിൽ അങ്ങനെ പിന്നെ സ്റ്റക്ക് ആവും. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഓ, അങ്ങനെ ഉണ്ടല്ലേ, പറയുന്നതിൽ കാര്യമുണ്ട്. ശരിയല്ല, അപ്പൊ അന്നേരമാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവല്ലേ നമ്മുടെ കോൺസെപ്റ്റ് സെറ്റാണോ അല്ലേന്ന്. അപ്പൊ ഇതിലൊക്കെ കാരണമാണ് നമ്മുടെ റിസൾട്ടും പ്രശ്നമാവുന്നത്. എന്തായാലും അങ്ങനെ കേട്ടത്.